ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് ക്രിസ്തുമസിന് മുൻപായി കുടിശ്ശിക പെൻഷനിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് തിങ്കളാഴ്ചയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതിനായി 900 കോടി രൂപ സർക്കാർ ചിലവഴിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റ് സർക്കാർ ചിലവുകൾക്കുമായി 2000 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇന്നലെ, അതായത് ഡിസംബർ 19-ന് കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെയോ ഇന്നോ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിലായി അറിയുവാൻ കഴിയുന്നത് ക്രിസ്തുമസിന് മുൻപായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ധനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള ധനവകുപ്പിൻ്റെ ഔദ്യോഗിക ഉത്തരവ് ബുധനാഴ്ച വരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ്. ഈ ഉത്തരവ് വന്ന ശേഷമായിരിക്കും പെൻഷൻ വിതരണ കമ്പനിയിൽ നിന്നും ഫണ്ട് DBT സെല്ലിൽ എത്തുന്നതും അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുന്നതും. ഓഗസ്റ്റ് മാസത്തിലെ 1600 വീതമാണ് അയക്കുന്നത്. ക്രിസ്തുമസിന് മുമ്പ് തുക ലഭിക്കണമെങ്കിൽ ഡിസംബർ 23 ശനിയാഴ്ചയെങ്കിലും വിതരണം നടക്കേണ്ടതുണ്ട്. ധനമന്ത്രിയുടെ നിർദ്ദേശമായതിനാൽ വ്യാഴാഴ്ച വൈകിട്ടോ വെള്ളിയാഴ്ചയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുവാൻ കഴിയുന്നത്. വെള്ളി ശനി ദിവസങ്ങളിൽ വിതരണം നടക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുന്നവർക്ക് പരമാവധി പേരിലേക്ക് തുക എത്തിച്ചേർന്നേക്കും. എന്നാൽ കുറേ പേർക്കെങ്കിലും ക്രിസ്തുമസിന് ശേഷമായിരിക്കും ലഭിക്കുക. സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവരിൽ കുറേ പേർക്ക് മാത്രമേ ശനിയാഴ്ചക്കുള്ളിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അധികം പേർക്കും ക്രിസ്തുമസ് കഴിഞ്ഞ ശേഷമായിരിക്കും പെൻഷൻ ലഭിക്കുക. ഡിസംബർ 31-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാകും.